എന്നാൽ സ്ഥിരമായി അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവസാന നിമിഷം കാലമാറിയപ്പോൾ പകരം ഒരാളെ ഉപയോഗിച്ച് ഈ നാടകം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സംവിധായകന്റെ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാം റെഡിയാണ്, എല്ലാം പുതിയ ആൾക്കാരൊക്കെ റെഡിയാണ്. രംഗത്ത് മുതലാളി, ചങ്കത്തല്ല രംഗത്ത് മുതലാളിയൊന്നും. എടാ മീൻകാരൻ കുഞ്ഞപ്പച്ചേട്ടന്റെ മകൻ സുനി. എന്റെ നിലയില്ല, ഓഡിയൻസിന്റെ നില നോക്ക്. പ്രകാശം വരുമ്പോ എടാ അതല്ല പ്രകാശം എന്ന് പറഞ്ഞാൽ വെളിച്ചം വരുമ്പോ മുതലാളി ഉലാത്തുന്നു. മുതലാളി ഉലത്തണമെന്നല്ല, മുതലാളി ഉലാത്തുന്നു. എടാ മുട്ടും മുട്ടും നടക്കുന്നു. ഉലാത്തിക്ക് നീ പറയുന്നു മുതലാളി വേലക്കാരി രാധയെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞ നാടകത്തിന്റെ ശൈലി 3 വട്ടം വിളിക്കും. ശബ്ദമൊക്കെ അമ്പലത്തിൽ വിളിക്കും. രാഘവനല്ല രാഘവൻ. ആ പെണ്ണുമ്പുള്ള പിടിയിട്ടുണ്ടെങ്കിലോ രാഘവ ഇങ്ങോട്ട് വാടി. രാധയെ കണ്ട മുതലാളുടെ മുഖത്ത് പൂച്ച. എന്താ എന്താണ് പൂച്ചനെ വിളിച്ചായിരുന്നു? പൂച്ചയില്ല, മുതലാളുടെ മുഖത്ത് പുച്ഛം. പുച്ഛ അറിയില്ല, കണ്ടിട്ട് പോലുള്ള ദൈവം നോക്കും. ഇത് കണ്ട രാധ പുച്ഛിൽ തോന്നുന്നു. രാധയെ കണ്ടിട്ട് മുതലാളി അടുത്തോട്ട് ചെയ്തിട്ട് ചോദിക്കണം, രാധ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? ഓക്കെ രാധയെ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? പരിഭവമാണോ അതോ പിണക്കമാണോ? ഓക്കെ രാധയുടെ 4 മാസങ്ങൾക്ക് മുമ്പ് വേലക്ക് വന്ന ഞാൻ, ഇവിടെ കഴിഞ്ഞിട്ട് വന്ന ഞാൻ, ഇന്നത്തെ പെണ്ണുമ്പോൾ വേലക്ക് വന്ന ഞാൻ 16 മാസം ഗർഭിണിയാണ്. 16 മാസം ഗർഭിണിയാണ്. 16 മാസം ഗർഭിണിയാണ്. എന്തൊരു മണിമണി പെണ്ണുമ്പോൾ അപ്പത്തിന്റെ അപ്പത്തിന്റെ രാധയെ മുതലാളി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു. രാധയെ മുതലാളി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു. ചെയ്യാം, ചെയ്തേ പറ്റൂ. അതുപോലെ ആദ്യം പോട്ടെ. രാധയും എന്റെ വയറ്റിൽ വളരുന്ന വയറ്റിലെ മുണ്ടനോട് സോറി കുട്ടനോട് വളരുന്ന എന്റെ വയറ്റിൽ വളരുന്ന അവന്റെ വയറ്റിൽ വളരുന്ന എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ എന്നോട് ചോദിക്കും. രാധ കരഞ്ഞുകൊണ്ട് മുതലാളുടെ മകളിലേക്ക് വീഴുന്നു. രാധയെ മുതലാളി ആശ്വസിപ്പിക്കുന്നു. അരമണിക്കൂർ കഴിയുമ്പോൾ ഇപ്പോൾ 2 സീൻ വേറെ ഉണ്ടെന്ന്. അയ്യോ അതല്ല രാധ പോ. രാധയുടെ അയ്യോ കഴിയുന്നു. അച്ഛൻ വരുന്നു. നീ പറയുന്ന അച്ഛമ്മ. എടാ നീ കിളവനാണ്. കിളവന്റെ മേറ്റത്തിൽ വേണം നടക്കുവാൻ സംസാരിക്കാൻ. മ്യൂസിക്കിട്ട് അടിപൊളി. ഇത് കേട്ട മുതലാളി അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ പെരേര.
സുൽത്താൻ. അത് മതി. ഓ അതിനടക്കം നെച്ചിൽ കൊടുത്തു. നീ വന്നതിന്റെ ഉദ്ദേശം ഒന്നും പറയില്ലേ? നിന്റെ കാര്യം അല്ല ഒന്നും പറയാൻ പോലെ കേട്ടില്ലേ? ഇതാ വല്ല നാളത്തെ ഡയലോഗാണ്. ഒന്നും അറിയില്ലെന്ന്. 4 മാസങ്ങൾക്ക് മുമ്പ് വേലക്ക് വന്ന എന്റെ മകൾ 4 മാസങ്ങൾക്ക് മുമ്പ് വേലക്ക് വന്ന എന്റെ മകൾ 6 മാസം ഗർഭിണിയാണ്. 4 മാസം ജോലിക്ക് വന്നു. പിന്നെ അങ്ങനെ 6 മാസമോ? 2 മാസം ഗോവാലോട്ട് കിടക്കുന്നായിരുന്നു. നീ എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്തത്. നീ എന്റെ പുരുഷനത്തെ ചോദ്യം ചെയ്തത്. എടാ പുരുഷത്വത്തെ എടാ പുരുഷത്വത്തെ ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു. മുതലാളി ഇച്ചിരി ആവേശത്തിന് പറ. എന്റെ മകളെ നശിപ്പിച്ചതും പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാളെ പറയണം. എന്റെ മകളെ നശിപ്പിച്ചതും പറഞ്ഞിട്ട് എടാ മലമത്ത് എന്റെ കഴുത്തിലേക്ക് തുടങ്ങി. എത്ര നേരം പറഞ്ഞാ ഒരു തമ്മിലും ഒരു പല്ലില്ല. ഒരു മുതലാളി മേടിക്കുന്നു. ഓന്തിന് മൂക്ക് പിടി കൊടുത്തിരിക്കുന്നു. ഞാൻ പറയുമ്പോൾ പറഞ്ഞോ വേണം പറഞ്ഞോ. എന്റെ മകളെ നശിപ്പിച്ചത് പറഞ്ഞിട്ട് അച്ഛൻ നിന്റെ ഡയലോഗാണ് പറ. എന്റെ മകൾ നശിപ്പിച്ചത് പറഞ്ഞിട്ട് നിന്റെ അട്ടകത്തിക്കുന്നോട് ദുഷ്ട. എന്റെ മകളെ നശിപ്പിച്ച് ഞാൻ കടവത്തേക്കുള്ള പട്ടി. എന്റെ മകളെ നശിപ്പിച്ച് ഞാൻ കടുവ പട്ടി. അതിനൊന്നും പറ്റില്ല. അതൊന്നും പറയുന്നു. അച്ഛൻ ചാടി വീഴുന്നു. അച്ഛൻ ചാടുന്നു. അച്ഛൻ വീഴുന്നു. അച്ഛൻ ഒരാളെ വീഴുന്നു. കഴുത്ത് മുത്ത് പിടിക്കുന്നു. കഴുത്തിന് പിടിക്കുമ്പോ ചിരിക്കുന്നു. കഴുത്തിന് പിടിക്കുമ്പോ കഴുത്തിന് പിടിക്കുന്ന എക്സ്പ്രഷൻ കാണിക്കണം. എക്സ്പ്രഷൻ അത് ഞാൻ ഇങ്ങോട്ട് നോക്കും. തോക്കെടുത്ത് വെടിവെക്ക്. എന്നെ തോക്കില്ല. വെടിവെക്കണം. ഞാൻ തോക്കെടുത്തിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും കാണാറുണ്ടോ ഞാൻ ഇവിടുത്തെ കണ്ടില്ലേ? തോക്ക് നിൽക്കും വളരെ അട്ടകത്തിക്കുന്നു. വെടിവെക്ക് വെടിവെക്ക് വെടിവെക്കണം. എങ്ങനെയല്ല അവന് വെടിവെക്ക്. അവസരം കൊടുത്തു. ഞാൻ പൊട്ടിച്ചേരാം. മരിച്ചു വീഴുന്നു. മരിച്ചു വീഴുന്നു. നീ എങ്ങനെയാണ് മരിച്ചു വീഴുന്നത്? അവനാണ് മരിച്ചു വീഴുന്നത്. മരിച്ചു വീഴുന്നു. അമ്മ അയ്യോ ഒറിജിനാലിറ്റി. എന്നോട് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. എനിക്കൊരു ഡയലോഗാണ്. എന്നാണ് പോരാ. അട്ടകത്തി അട്ടകത്തിക്ക് അട്ടകത്തിക്ക് മകം പറ്റും മകം പറ്റും. എന്റെ അപ്പനെ പരമ്പര പോലെന്ന് എന്റെ അപ്പനെ ഒരു പാലം പാലം വിട്ടുവിട്ട് കേവലം എന്റെ ഒരു ഉള്ളത് കഴിഞ്ഞു. ഇനിയും മറ്റൊരു എന്റെ അപ്പനെ കൊല കൊല. എല്ലാം നഷ്ടപ്പെടുന്നതിന്റെ കൂടുതലുകൾക്ക് ബലിയായി. എന്റെ ഈ കുഞ്ഞു ഇതിനെ